ഇപ്പോൾ മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. മദ്യനയ അഴിമതി കേസിൽ CBI കസ്റ്റഡിയിലായ മനീഷ് സിസോദിയ മന്ത്രിസ്ഥാനം രാജിവെച്ചു എന്നതാണ് വാർത്ത. അൻസില റേച്ചൽ സണ്ണി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. അൻസില, ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി 5 ദിവസത്തേക്ക് CBIക്ക് കസ്റ്റഡി അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ മനീഷ് സിസോദിയ സമീപിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. ആ ഹർജി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് മനീഷ് സിസോദിയയോട് സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ പോയിട്ടും ഈ വിഷയത്തിൽ കാര്യമുണ്ടാകില്ല എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാവണം ഒരു പക്ഷേ ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചിരിക്കുന്നത്. നേരത്തെ മുൻ മന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിനും രാജി വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു മനീഷ് സിസോദിയ. മദ്യനയ അഴിമതി കേസിൽ തന്നെ അറസ്റ്റിലായ CBI അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സിസോദിയ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സിസോദിയുടെ ഹർജി തള്ളുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ഈ കേസിന്റെ കൂടുതൽ നടപടികൾ ഹൈക്കോടതിയിൽ തുടരണമെന്നും സുപ്രീം കോടതി സിസോദിയോട് നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് മിനിറ്റുകൾക്ക് ശേഷമാണ് സിസോദിയ രാജിവെച്ചെന്നുള്ള വാർത്ത പുറത്തു വന്നത്. സിസോദിയോടൊപ്പം ഡൽഹി ആരോഗ്യമന്ത്രിയായ സത്യേന്ദ്ര ജെയിനും രാജിവെച്ചിട്ടുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സത്യേന്ദ്ര ജെയിൻ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ കഴിഞ്ഞ 10 മാസമായി ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ രാജി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ മന്ത്രിമാരെ കൊണ്ടുവരാൻ ഉടൻ മന്ത്രിസഭ അഴിച്ചുപണി നടത്തിയേക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കം 5 മന്ത്രിമാർ മാത്രമാണ് ഡൽഹി മന്ത്രിസഭയിൽ ഉള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സത്യേന്ദ്ര ജെയിൻ അറസ്റ്റിലായിരുന്നപ്പോൾ സത്യേന്ദ്ര ജെയിനിന്റെ അടക്കം 18 മന്ത്രാലയങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രിയായിരുന്നു സിസോദിയ എന്നത്. പ്രധാനമായും താൻ ഹർജി നടത്തിയപ്പോൾ സിസോദിയ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് CBI കുറ്റപത്രത്തിൽ പേരില്ലാത്തതിനാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ലെന്ന CBIയുടെ ആരോപണം ദുർബലമാണെന്നുള്ളൊരു ന്യായീകരണമായിരുന്നു സിസോദിയ സുപ്രീം കോടതിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിയാണ് ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി കൂടുതൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്നും ഡൽഹി ഹൈക്കോടതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ കൊണ്ടുപോകണമെന്നുമാണ് സുപ്രീം കോടതി സിസോദിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഇനി അങ്ങോട്ട് സുപ്രീം കോടതിയുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോലും തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് CBIയുമായി അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്കും ചെന്നിട്ടും തൻ്റെ ഹർജികൾക്ക് തീർപ്പാവില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയതിൻ്റെ പേരിലായിരിക്കണം സിസോദിയ രാജിവെച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ രാജിക്ക് കുറച്ചു മുമ്പ് BJP ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ജയിലിൽ കഴിയുകയും അറസ്റ്റ് ചെയ്യപ്പെട്ടതുമായ നേതാക്കളെ എന്തുകൊണ്ടാണ് ഇപ്പോഴും മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടി എന്നൊരു ചോദ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ രാജി എന്നതും ശ്രദ്ധേയമാണ് കമലേഷ്.